5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരള കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ 2-3 വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും പത്രങ്ങളിലും പല മാധ്യമങ്ങളിലും ആ വാർത്തകൾ വീണ്ടും കറങ്ങുന്നുണ്ട്. പല പത്രങ്ങളിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ എന്തോ പുകമറ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഉള്ള വാർത്തകൾ വന്നിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത വാർത്തയാണത്. കാരണം അതിനകത്ത് അങ്ങനെ ഒരു രീതിയൊന്നും പറയുന്നില്ല. ഇവർ പറയുന്ന വാർത്ത മുൻ മന്ത്രിയും തൊടുപുഴ MLAയും അതുമായിട്ടുള്ള PJ ജോസഫ് അവർകൾ, അദ്ദേഹം കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിൻ്റെ ചെയർമാനാണ്. മാത്രമല്ല ഇന്ന് മാണി സാർ മരിച്ചുപോയി, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ ഇതിൻ്റെ കോർഡിനേറ്ററാക്കി. കോർഡിനേറ്ററാണ് ആക്കിയതല്ല, വൈസ് ചെയർമാനും മറ്റ് പോസ്റ്റിലേക്കൊന്നും കൊണ്ടുവന്നില്ല. മകനെ കോർഡിനേറ്ററാക്കി. മകന് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ട്. മകൻ യൂത്ത് ഫ്രണ്ട് മുതൽ പ്രവർത്തിക്കുന്നതാണ്, വിദ്യാർത്ഥി യൂണിയൻ്റെ കാലം മുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ പ്രവർത്തിച്ച് വരുന്ന മകനെ അതിൻ്റെ സ്ഥാനത്ത് അവർ വെച്ചു. അത് ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഹൈപ്പവർ കമ്മിറ്റിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അല്ലോ, ജോസഫ് സാർ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്ന ആ കമ്മിറ്റിയിലൊന്നും ഒരു അവസരവും പുറത്ത് വന്നില്ല, ഒരു വാർത്തയോ ഒന്നും വന്നില്ല. സ്വാഭാവികമായിട്ട് ആ കമ്മിറ്റിയിൽ എന്തെങ്കിലും അവസരം ഉണ്ടായിരുന്നെങ്കിൽ വാർത്ത പുറത്ത് വരുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വാർത്തയും വരാതെ ഇപ്പോൾ എവിടെന്നോ എയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ ക്യാമ്പിൽ നിന്ന് ഇതൊരു എയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ പിളർപ്പിലേക്ക് മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ വേറെ പാർട്ടി ഉണ്ടാക്കുന്നു. അതിനകത്ത് TU കുരുവിളയും PC തോമസിനെയും ഫ്രാൻസിസ് ജോർജിനെയും മോൻസ് ജോസഫിനെയും ഒക്കെ പോലെയുള്ള വളരെ സീനിയർ നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അപ്പുവിനെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല, തൊടുപുഴയിലാണെങ്കിൽ തൊടുപുഴയിൽ ഇനി മത്സരിക്കുന്ന പറയുന്നത്, തൊടുപുഴയിൽ നിന്ന് മറ്റൊരു നേതാവിനെ വെട്ടിയിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം അത്ര വലിയ നേതാക്കളെന്ന് PJ ജോസഫ് സാർ കഴിഞ്ഞാൽ വളരെ വലിയ നേതാക്കളാരും അങ്ങനെ വളർന്ന് സെക്കൻഡ് നേതാവായിട്ട് അവിടെ നിൽക്കുന്നുമില്ല തൊടുപുഴയിൽ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പുവിനെ മത്സരിപ്പിച്ചത് കൊണ്ട് വേറെ തെറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം മോൻസ് ജോസഫിന് മത്സരിക്കാൻ മണ്ഡലമുണ്ട്, കടുത്തുരുത്തിയുണ്ട്. TU കുരുവിള അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോതമംഗലമാണ്, അദ്ദേഹം അവിടെ മത്സരിക്കും, അതിന് പ്രശ്നമുള്ളതല്ല. ഫ്രാൻസിസ് ജോർജ് MP ആണ്. അപ്പോൾ അതുകൊണ്ട് PC തോമസിന് മത്സരിക്കാൻ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്കാർക്കും വലിയ നേതാക്കൾക്ക് മത്സരിക്കാനുള്ളൊരു സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ജോസഫ് സാറിന് പ്രായാധിക്യമൊക്കെ വരുന്നത് കൊണ്ട് സാറിൻ്റെ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് സാറിനില്ല, പകരം അപ്പു ജോൺ ജോസഫിനെ മത്സരിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇത് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയണം. എന്ത് മക്കൾ രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത്? ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മകൻ മകളും മകനും നമ്മുടെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, കേരളത്തിൽ കരുണാകരൻ്റെ മകൻ K മുരളീധരൻ, അതുപോലെ പത്മജ, PC തോമസ്, ഇങ്ങനെ എല്ലാവരും മക്കളെന്ന് പറയുന്നത് വളരെ വലിയ, അവർ രാഷ്ട്രീയത്തിൽ വന്നുകൂടെ? ബാബു ദിവാകരൻ, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ, അച്ഛന് രാഷ്ട്രീയമുണ്ടായെന്ന് പറഞ്ഞ് മക്കൾക്ക് രാഷ്ട്രീയത്തിൽ വന്നുകൂടെ? പക്ഷെ ഒരു ദിവസം രാവിലെ കൊണ്ടുവന്ന് അവരെ ഏതെങ്കിലും പൊസിഷനിൽ ഇരുത്തുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. അതിൻ്റെ അച്ഛൻ്റെ മോനെ ബാ, നീ ഇങ്ങനെ കയറിയിരി, ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയാണ്, നീ കയറി മന്ത്രിയാവും അല്ലെങ്കിൽ നീ MLA ആവും എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അല്ലാതെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ എന്താണ്? അച്ഛൻ്റെ മകനായി ജനിച്ച് പോയത് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൂടാന്നുണ്ടോ? അപ്പോൾ കേരള കോൺഗ്രസിനകത്ത് ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വന്നൊരു വിവാദമാണ് UDF-ലേക്ക് പോകണം, മാണി കോൺഗ്രസ് UDF-ലേക്ക് വരുന്നു എന്നുള്ള വേറൊരു ചർച്ചയും നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകൾ മനമെങ്ങും ശരീരമങ്ങും എന്നുള്ള നിലയിൽ നിൽക്കുന്നതാണ്. റോഷി അഗസ്റ്റിനൊക്കെ UDF-ൽ നിൽക്കണമെന്നാണ് എന്നും താല്പര്യം. ജോസഫ് സാറിൻ്റെ കൂടെയൊക്കെ UDF-ൽ നിൽക്കണമെന്നാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയുമായി വന്നത്, അദ്ദേഹത്തിന് ഗുണമായി. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഗുണമായി, അദ്ദേഹം മന്ത്രിയുമായി. ഇനിയിപ്പോൾ മുൻ മന്ത്രി എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കാലക്കേടിന് നമ്മുടെ ജോസ് കെ മാണി തോൽക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയം ഇങ്ങനെ കേരള കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ മറ്റ് മേഖലയിൽ നിന്നുകൊണ്ട് ആളുകൾ ബഹളം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ജോസഫ് സാറിന് സീനിയർ ആവുന്നു. അപ്പോൾ സീനിയർ ആവുമ്പോൾ അവിടുത്തെ പരമ്പരയിൽ നിന്നൊരു ജൂനിയറോടെ വരട്ടെ നീ. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ഒരു ദിവസം രാവിലെ കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുത്തി വളരെ പെട്ടെന്ന് അങ്ങോട്ട് നേതാവാക്കി, അങ്ങനെ ആയാലല്ലേ പ്രശ്നമുള്ളൂ. അല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ചെറിയ പ്രായം മുതൽ പ്രവർത്തിക്കുന്നവർക്ക് വരാൻ കഴിയില്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പ്രവർത്തിച്ചില്ലേ? അതുപോലെ അല്ലാതെ തന്നെ എന്തെല്ലാം പാരമ്പര്യമുണ്ട് ഇവിടെ. ശബരിനാഥ്, ഒരു രാഷ്ട്രീയത്തിലും ഇല്ലായിരുന്ന ശബരിനാഥ് ബോംബെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രവർത്തിച്ചിരുന്ന ടെസിൽ പ്രവർത്തിച്ചിരുന്ന ശബരിനാഥ് MBA-ക്കാരനെ ശബരിനാഥ് ഇവിടെ വന്ന് മത്സരിച്ച് MLA ആയില്ലേ? ഇനിയും ചിലപ്പോൾ വീണ്ടും അദ്ദേഹം ആര്യനാട് മത്സരിക്കും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു രാഷ്ട്രീയത്തിൽ. അങ്ങനെ ആർക്കും ഒരു അപ്രപാദിത്വം അപ്രശസ്തമല്ല. അതിൻ്റെ കമ്മിറ്റി ആരാണോ കൂടുന്നത് അവർ ആലോചിക്കും. പിന്നെ ഒരാൾ കഴിഞ്ഞ മറ്റേ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, മന്ത്രിയാവുക, മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊക്കെ
വെറുതെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറാനാണ് സാധ്യത. എങ്കിലും ഇരിക്കട്ടെ, ഒരു വിവാദം എന്നുള്ള നിലയിൽ പല കോണുകളിൽ നിന്ന് പലതും എയർ ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതൊന്നും സത്യവുമായി യാതൊരുവിധ പുലബന്ധവും ഉള്ളതല്ല.